ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 15:14. മത്തായി 15:14. അവരെ വിട്ടേക്കൂ, അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ നിങ്ങളെ കുഴി കൊണ്ട് ചാടിക്കാൻ മാത്രം ക്രിസ്തുവിനെ മാറ്റി നിർത്തി, ദൈവത്തിന്റെ സ്നേഹത്തെ മാറ്റി നിർത്തി ആര് ഉപദേശം തന്നാലും അത് അന്ധന്മാരാണ് തരണത്. അന്ധനെ നയിച്ചാൽ എന്ത് പറ്റും? രണ്ടുപേരും കുഴി വീഴുമെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുഴി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ തോന്നിവാസം ഇങ്ങോട്ട് പറയും. അപ്പം നമുക്ക് അവർ നമ്മൾ ചെയ്യാത്ത കാര്യമൊക്കെ അവർ പറയണത്, ഇവൾ പറഞ്ഞിരിക്കുന്ന കുശുമ്പും കുഞ്ഞായ്മയും തോന്നിവാസമായിരിക്കും കേട്ടിട്ടായിരിക്കും അവരിങ്ങോട്ട് വിളമ്പണത്. പക്ഷെ നമ്മളൊന്നും മിണ്ടത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ സാധാരണ ഒരു വെല്ലുവിളിയാണ്. ഇവിടെ എന്താണ്? ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കണമുണ്ട്. കൂദാശയുടെ ബലമുണ്ട്. ക്രിസ്തുവിനെ പിരിയരുത്, കാരണം നിത്യതയാണ് ലക്ഷ്യം. കൈയടിച്ച് കർത്താവേ നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഇത് നമ്മളിങ്ങനെ ഓർപ്പിച്ച് തരണം. ഇപ്പം ഈശോ നേരത്തെ എന്താ പറഞ്ഞത്? സ്നേഹത്തിൻ്റെ ഇൻഡിക്കേറ്റർ അല്ലേ? സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? എന്ത് സംഭവിച്ചാലും നിത്യതയെക്കുറിച്ച് ചിന്തിക്കും, അയാൾക്ക് ദൈവസ്നേഹം ഉണ്ട്. രണ്ടാമത്തെ എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കുമ്പോഴെന്താണ്? കൽപ്പന എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അതാണ് പ്രശ്നം. നിങ്ങളെ പരസ്പരം സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കണത്. അത് മഹാത്മാഗാന്ധിക്കും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പറഞ്ഞിരിക്കണത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച കാര്യം കാണുമ്പോൾ അറിയാമല്ലോ. ഈ കുരിശുരൂപ എന്തുകൊണ്ട് അൾത്താരെ വെക്കണത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്താണെന്ന് കാണിക്കാനാണ് സഭയെ. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുരിശുരൂപം അൾത്താരെ വെക്കണത്. തുണിയില്ലാതെ ഒരു വിറക് കഷ്ണത്തെ ഇനി ഒന്നും കയ്യിലില്ല. ആരുടെ കയ്യിലില്ല? യേശുവിൻ്റെ കയ്യിലുമില്ല, പരമപിതാവിൻ്റെ കയ്യിലുമില്ല എന്ന് പറയുന്ന ബൈബിൾ ഭാഗമുണ്ട്. എന്താണ്? നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകിയില്ലേ? അപ്പോൾ യേശുക്രിസ്തുവിനെ പോലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:32. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? വല്ലാത്ത വൈബ്രന്റ് ആയിട്ടുള്ള വേർഡാണിത്. എന്താണ്? സ്വപുത്രനെ പോലും. ആ പോലും എന്നുള്ള വാക്കിനാണ് എക്സ്ട്രാ അനോയിൻറ്റിങ് ഉള്ളത്. എന്താണ്? സ്വപുത്രനെ പോലും, ക്രിസ്തുവിനെ പോലും നമുക്ക് വേണ്ടി. അപ്പോൾ എന്തുമാത്രം പരമപിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും നശിക്കാൻ, ഈശോയെപ്പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നമ്മൾ ഒരിക്കലും നശിക്കാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല.
ഏതെങ്കിലും വഴിയിലൂടെ നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ നിന്നെ വീണ്ടെടുക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അങ്ങയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിടും സ്നേഹത്തെക്കാൾ അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നമ്മളിലൂടെ ഇപ്പം ഈശോ എന്നാ സംസാരിക്കണത്? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കൃപയ്ക്ക് മേൽകൃപ. അതിനെന്താ ചെയ്തിരിക്കണത്? അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ജീവിതത്തിലുണ്ടാകുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ഇങ്ങനെയാണ് കൃപ, ആർജിത കൃപ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. ആർജിത കൃപയെന്ന് പറയണത് ബുദ്ധിപരമായൊരു വിനിമയമാണ്. അവസരങ്ങളെ ഇതാണ് അവസരം എന്ന് നമുക്ക് പറഞ്ഞു തരണത് ആരാണ്? പരിശുദ്ധാത്മാവ്. 14:26 യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അവസരങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നായി പറയണത് മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ റോള് കവനൻ്റിൽ ഭയങ്കരമാണ്. നിങ്ങൾ കവനൻ്റിലായിക്കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണ്? ആ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ അനുസ്മരിപ്പിക്കും. ടാപ്പിംഗ് ടൈം പറയും, കൃപയുടെ ടാപ്പിംഗ് ടൈം പറയും. ഇപ്പോൾ ആ പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ലേ? അതാ. അപ്പോൾ ഇവനോട് എന്താ പറഞ്ഞിരിക്കണത്? അവൻ്റെ അമ്മ പറഞ്ഞിരിക്കണത്, എന്നെപ്പോലും ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവളെ ഇനി വിളിക്കാൻ നീ പോകണ്ട, ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാകത്തില്ലെന്നാണ് അമ്മ പറയണത്. അവരെ തോട്ടുമുള്ളേ തൊഴിക്കുകയാണ്. കൂദാശയും അമ്മ കാര്യമൊന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല. അവർ തോട്ടുമുള്ളി തൊഴിക്കുകയാണ്. എങ്ങനെ ഈ സാധനത്തെ വിഘടിച്ചിട്ട് അവളെ വീട്ടിൽ നിർത്താമെന്നാണ് ഈ പണ്ടാരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനത്തിനൊക്കെ ഇവരമ്മയാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ ബാധ്യസ്ഥമില്ല. എന്നെക്കാളുപരി സ്വന്തം മാതാവിനെ പിതാവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ലെന്ന് കൈയടിച്ച് കർത്താവ് തീരുമാനിക്കുന്നവൻ യേശുവിൽ തീരുമാനിക്കുക. ഒന്ന്, തീരുമാനിക്കുന്നവൻ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുന്ന കൊണ്ടാണ് ഇപ്പം ക്രിസ്തുവിൻ്റെ പല പ്രബോധനങ്ങളും സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഈ ലോകത്തിന് വേണ്ടിയുള്ള പ്രബോധനങ്ങളല്ല. നിന്റെ വലത് കർണത്തെ അടിക്കണവന് ഇടത് കർണം കാണിക്കാൻ പറയണില്ലേ? എന്തുകൊണ്ടാണ്? നീ അടിക്കണവന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി? നിനക്ക് ക്രോധമായി, വൈരാഗ്യമായി, നിൻ്റെ ആത്മാവിന് കറയായി, നിനക്ക് നിത്യത നഷ്ടമായി. നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് അവസാന നിമിഷം വരെ രക്തം ചിന്തറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്?
ക്ഷമ ഇത്രയും വരെ ആകാം. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശുഭാശീലനാമൻ യേശുവേ ശാന്തശീലനാമൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, ഇതിൻ്റെ ഒരു വൈബ്രേഷൻ കണ്ടില്ലേ? ഇത് കർത്താവിൻ്റെ ഓരോ വചനങ്ങളും ലക്ഷ്യം വെക്കുന്നത് കൈച്ചൂണ്ടിയാണ്. വചനങ്ങളെല്ലാം നിത്യതയുടെ കൈച്ചൂണ്ടികളാണ്, കൈച്ചൂണ്ടികൾ. അതുകൊണ്ടാണ് വചനം, പ്രത്യേകിച്ച് വചനം കഠിനമാണെന്ന് കണ്ടാൽ ഓർക്കുക, അത് ഈ ലോകത്തിന് വേണ്ടിയുള്ള വചനമല്ല, സിമ്പിളായിട്ടുള്ള വചനമാണ് ഈ ലോകത്തിന് വേണ്ടിയുള്ളത്. ഇപ്പം ദിവ്യകൃപാനെക്കുറിച്ചുള്ള വചനം കഠിനമാണ്. എന്താ കാര്യം? ദിവ്യകൃപാന നിത്യതയുടെ ഭക്ഷണമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവങ്ങളെ മാർദ്ദവമാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ അത് സ്വീകരിക്കാനാണ് എന്നിലൂടെ കർത്താവ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയാണത്? നിത്യതയെ ഉദ്ദേശിക്കുന്നതാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് നിത്യതയെ നിങ്ങളെ സ്നേഹിക്കാൻ ആദ്യം തീരുമാനിച്ചാൽ ബാക്കിയെല്ലാം എളുപ്പമാകും. നിങ്ങൾ നിത്യതയെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് കണ്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാകും. മനുഷ്യൻ്റെ ഇവിടുത്തെ ഭാരം എന്താണ്? നിത്യതയെ അവൻ അവഗണിക്കുന്നതാണ് മറ്റെല്ലാം ഭാരമായി മാറണം. നമുക്ക് നിത്യതയെ അവഗണിക്കുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഭാരമായി മാറണത്. കർത്താവിന് എന്താ കുരിശ് ഭാരമായി മാറാതിരുന്നത്? അത് നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് ആന്തരിക ബോധ്യമുണ്ടായിരുന്നു. അത് പിതാവിനോട് സ്നേഹം ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് ആന്തരിക അഭിഷേകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഐസയ പറയണത് എന്താണ്? അവൻ സഹനദാസൻ, അവൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ തലമുറയിലെ ആ രക്തത്തിൽ ചവിട്ടി, ആ രക്തത്തിൽ നിന്ന് പിറക്കാൻ പോകുന്ന ഒരു തലമുറയെ ഓർത്തുകൊണ്ട് അവന് ഹൃദയ സന്തോഷമുണ്ടായെന്ന്. ദാറ്റ് മീൻസ് ഈശോ കുരിശെടുത്തത് അഭിഷേകത്തിലാണെന്ന് അർത്ഥം. ഐസയ 53 ശ്രുതികട. ഹല്ലേലൂയ. ഐസയ 53:10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഈ ബോധം എപ്പോഴും ഉണ്ടാകണം. എന്താണ്? അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഒരു ക്ലേശം വരുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ 14:26 വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് വരും. ഇത് നിങ്ങളുടെ വീട്ടുകാരോ അയൽവാസികളോ കൂട്ടുകാരോ ഉണ്ടാക്കിയ പാരപണിയൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ക്ലേശം വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. നിങ്ങളെ ക്ലേശങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെ വിട്ടുകൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളെ കൃപയ്ക്കുമേൽ കൃപയ്ക്കായ ദൈവം ക്രിസ്തുവിനെ പോലെ വിളിച്ചിരിക്കുന്നു. അത് ആര് പറഞ്ഞു തരേണ്ടതാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു തരേണ്ടതാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വോൾട്ടേജ് ഷോർട്ടായി വരുമ്പോഴാണ് ഇതെല്ലാം ഭാരമായിട്ട് പിടിക്കണം നമ്മളെ എല്ലാം. നമ്മൾ പറയാം അവിടെ നിന്നല്ല, ഇത് അവൾ കാണിച്ചതാണ്, ഇവർ കാണിച്ചതാണ്, ഓഫീസിൽ കാണിച്ചതാണ്, പാർട്ടിക്കാർ ചെയ്തതാണ്. ഇങ്ങനെ കുറേ നമ്മൾ എന്തുകൊണ്ടാണ്, അതായത് നമ്മുടെ എല്ലാ ഭാരങ്ങൾക്കും ഉത്തരവാദി മാപ്പ് സാക്ഷികളെയും നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഓർക്കുക, ആ മാപ്പ് സാക്ഷികൾ ആ പ്രേസങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ഓവർ ചെയ്ത് കഴിഞ്ഞാൽ വിഷയം അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾക്ക് ലഭിക്കണേ എന്താണ്? നിത്യതയും ക്രിസ്തുവിനെയും. കൈയടിച്ച് കർത്താവ് നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന
എല്ലാ കുറവുകൾക്കും നാഥാ എല്ലാ തോൽവികൾക്കും നാഥാ നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കുറച്ചു നേരം എഴുന്നേറ്റ് നിൽക്കാം. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന ഒരുമിച്ച് പാടുക, ശ്രദ്ധി പാടുക. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥാ നന്ദി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരത്തോടെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി ഒരുമിച്ച് എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥാ ഒരുമിച്ച് പാടുക. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി സന്തോഷത്തോടെ എന്നെ
നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥ നന്ദി. ദൈവസ്നേഹത്തോടെ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നല്ല ശിഷ്യനാക്കിയിടുന്ന പക്ഷാപനത്തോടെ എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം അത് നിമിത്തമായി എല്ലാ കുറവുകൾക്കും നാഥ നന്ദി. മാരക രോഗങ്ങൾ സാന്നിധ്യമറിയാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അഭിഷേകമുണ്ടാകട്ടെ. കർത്താവേ, സ്വർഗ്ഗം തുറക്കണമേ. ഓ ദിവ്യകാരുണ്യമേ, മാരക രോഗങ്ങള്, തീരാവേറ്റുകള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് അടിപ്പിഴലായി വൈദ്യുത ആഘാതം പോലെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. യേശുവിന്റെ നാമത്തില് രോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, അവയവ രോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും പക്ഷാപനത്തോടെ എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അഭിഷേകത്തോടെ ദുരന്തം കളിക്കണമേ. എല്ലാ വ്യക്തികളുടെ മേലും ദുരന്തം കളിക്കണമേ. എല്ലാ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, കരൾ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, തലച്ചോറ് അസുഖങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, പിശുടി രോഗങ്ങള്, രക്തസ്രാവ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും ഒരുമിച്ച് പാടുക. എന്റെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്റെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥ നന്ദി. എല്ലാ കുറവുകൾക്കും
എല്ലാം നല്ല ശിഷ്യനാകിടുന്ന എല്ലാ കുറവുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും ഭാഷാപരത്തെ അറിയുന്നത് ഭാഷാപരം ശ്രദ്ധിക്കട്ടെ. കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്, സ്വർഗ്ഗം തുറക്കുന്ന സമയമാണ്, കർത്താവ് രക്തം മഴ പോലെ പെയ്യുന്ന സമയമാണ്. കർത്താവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കുളിപ്പിക്കണമേ. കർത്താവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ സ്നാനം ചെയ്യിക്കണമേ. എല്ലാ കുറവുകൾക്കും കർത്താവേ, നിന്റെ മുഴുക്കണത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ കുളിപ്പിക്കണമേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ സ്നാനം ചെയ്യിക്കണമേ. കർത്താവേ, മരുന്ന് കഴിച്ച് മടുത്ത് കർത്താവേ, വേദനിച്ച് വേദനിച്ച് മടുത്ത് കർത്താവേ, അങ്ങനെ മക്കളുടെ മേൽ അഭിഷേകം ചൊരിയണമേ. ഭാരങ്ങളെ ലഘുവാക്കണമേ. ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കണമേ. സൂചിക്കണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ രക്തം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ തളിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എല്ലാ തോൽവികൾക്കും നിന്റെ എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. സാന്നിധ്യമറിയാൻ ഇടയായി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ആൽമനത്തോടെ ഹല്ലേലൂയ, ഒരുമിച്ച് എല്ലാവരും അഭിഷേകത്തോടെ ഒരുമിച്ച് ആരവത്തോടെ കൈകൾ വീശിക്കൊണ്ട്